Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോലാങ്ങിലെ പോയിൻറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് സിയിലും ഒക്കെ ഉള്ള അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഗോയിൽ നമുക്ക് പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം പോയിൻറ്റേഴ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് പറയാം. അതിനുശേഷം കോഡിങ് ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു പോയിൻ്റർ യൂസ് ചെയ്യുന്നത് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു മെമ്മറി ലൊക്കേഷനെയാണ്. ആക്ച്വലി നമ്മളൊരു വേരിയബിൾ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൽ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലൊക്കേഷനിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ റാമിൽ ഒരു ലൊക്കേഷനിൽ ഒരു വാല്യൂ സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത് ബൈ ഡിഫോൾട്ട്. പോയിൻ്റർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോയിൻ്റർ സ്റ്റോർ ചെയ്യുന്നത് മറ്റൊരു ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ ലൊക്കേഷനിൽ വേറെ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടായിരിക്കാം, അതിലേക്ക് പോയിൻ്റ് ചെയ്യുക എന്നതാണ് ഒരു പോയിൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റർ എങ്ങനെയാണ് ഗോയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ വാർ കീവേഡ് യൂസ് ചെയ്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ടൈപ്പ് നമ്മൾ ഇൻ്റാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് പോയിൻ്റർ ടൈപ്പാണെന്ന് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർ എന്ന് പറയുന്ന നൊട്ടേഷൻ കൊടുക്കണം. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് കോഡ് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നില്ലെന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ വാല്യൂ ഒന്നും ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് അത് നിൽ വാല്യൂ ആണ് ഒരു പോയിൻ്ററിന് അസൈൻ ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ നോർമൽ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. ഐ, ജെ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസിനെ നമുക്ക് പോയിൻ്ററായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു പോയിൻ്ററിലേക്ക് എങ്ങനെ മാപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസ് നമ്മളിവിടെ ആദ്യം ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10 and 20 എന്നുള്ളത് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇവിടെ ഒരു പുതിയൊരു വേരിയബിൾ പി ഈക്വൽ ടു ആംബ്രസൻ ഐ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ പി എന്ന് പറയുന്ന വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്നത് ഈ ഒരു ഐ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കായിരിക്കും. അതായത് ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ലൊക്കേഷനിലേക്ക് ഈ പി എന്ന് പറയുന്നത് പോയിൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വേരിയബിൾ പി ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇത് പി പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഐയുടെ വാല്യൂ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്, പകരം കിട്ടിയിരിക്കുന്നത് ഒരു അഡ്രസ്സാണ്. ഇപ്പോൾ മെമ്മറിയിൽ അഡ്രസ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഹെക്സാഡെസിമൽ ഫോർമാറ്റിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് റാമിലുള്ള അഡ്രസ്സാണ്. പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്നത് റാമിലാണ്, ഹാർഡ് ഡിസ്കിലല്ല. ഈ ഫയൽ സേവ് ആയിരിക്കുന്നത് ഹാർഡ് ഡിസ്കിലാണ്. പക്ഷേ ഈ ഒരു നമ്മൾ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ നടക്കുന്നത് റാമിലാണ്. അപ്പോൾ റാമിലെ ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ പി എന്ന് പറയുന്ന വേരിയബിളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഈ അഡ്രസ്സ് മാറുന്നതാണ്. നമ്മൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു അഡ്രസ്സ് മാറാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളാണെങ്കിൽ ഇവിടെ അഡ്രസ്സ് മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പി എന്ന് പറയുന്ന വേരിയബിൾ ശരിക്കും ഇതിലേക്ക് പോയിൻ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമുക്കിതുകൊണ്ടുള്ള ആക്ച്വൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പി എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂവിനെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ പി ആൻഡ് ഐ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ വാല്യൂ 22 ആയിട്ടുണ്ട്. ബട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഐയുടെ വാല്യൂ ഇവിടെ എവിടെയും മാറ്റിയിട്ടില്ല. പക്ഷേ ഈ പി എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന വേരിയബിളിലേക്ക്
പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്ററാണ്. അപ്പോൾ അതിൽ പോയിൻ്റർ ത്രൂ ആണ് നമ്മൾ വാല്യൂ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാല്യൂ മാറ്റി ചെയ്യുന്ന സമയത്താണ് നമുക്ക് സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ ആ ഒരു വേരിയബിളിന് മുമ്പിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വാല്യൂ മാറ്റുന്നത്. ശരിക്കും ഇവിടെ ആക്ച്വലി ഒരു വാല്യൂ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു പി എന്ന് പറയുന്ന വേരിയബിൾ ഇതിലേക്ക് പോയിൻ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പി ത്രൂ ആണ് നമ്മൾ ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ പോയിൻറ്റേഴ്സ് പ്രോഗ്രാമിങ്ങിൽ പൊതുവേ എസ്പെഷ്യലി ബിഗിനേഴ്സിന് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. കാരണം നമ്മൾ ഗോയിൽ പോയിൻറ്റേഴ്സ് റിയൽ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സമയത്ത് കോമണായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പോയിൻറ്റേഴ്സ്. ഗോയിലെ പല ഫ്രെയിം വർക്കിലായാലും പോയിൻറ്റേഴ്സ് ഇഷ്ടം പോലെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരും മനസ്സിലാക്കുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.